വൻപയർ വേവിച്ചെടുത്ത വെള്ളത്തിൽ ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു രസമുണ്ടാക്കിയാലോ? എരിവിനനുസരിച്ചുള്ള വറ്റൽമുളക്, കുരുമുളക്, വെളുത്തുള്ളി, പിന്നെ അല്പം ജീരകവും കൂടി ചതച്ചെടുക്കാം. പയറുവെള്ളവും പുളിവെള്ളവും, 2 പച്ചമുളക്, കൊച്ചുള്ളി, പിന്നെ കറിവേപ്പില, 1 തക്കാളി അരിഞ്ഞ് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാൻ അടുപ്പത്താണ് വെക്കുന്നത്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂത്ത ഒരു മണം വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് അല്പം മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് പറ്റി വരണം. ഒരുപാട് പറ്റണ്ട, ഒന്ന് കുറുകി വരണം. അതുവരെ വെയിറ്റ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് പയറുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നിങ്ങളുടെ കണക്കിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ കറി കുറുക്കി വെച്ചാലും നല്ലതാണ്, കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്ത് വെച്ചാലും നല്ലതാണ്. നിങ്ങളുടെ പാകത്തിനനുസരിച്ച് കുറുക്കിയോ നീട്ടിയോ ഒക്കെ വെക്കാം. നല്ല രുചികരമായ ഒരു കറിയാണ്. വേറെ ഒന്നും വേണ്ട ചോറ് കഴിക്കാനായിട്ട്. പയറുവെള്ളം ഇനി എടുത്ത് അയ്യത്ത് കളയരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി രസമാണിത്. ബൈ.